നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയുവാനായിട്ട് നാം കൂടുതലും ആശ്രയിക്കുന്നത് ആയുസ് രേഖയാണ്. ഈ രേഖയാണ് ആയുസ് രേഖ. അത് നമ്മുടെ ചൂണ്ടാണി വിരലിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഊർജം വരുന്നത്. ആ ഊർജത്തെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് ഈ ചൂണ്ടാണി വിരലാണ്. അത് ഗുരുമണ്ഡലത്തിനും കുജമണ്ഡലത്തിനും ഇടയിലായിട്ടായിരിക്കും മിക്കവാറും ഈ ആയുസ് രേഖ ഉത്ഭവിക്കുന്നത്. ചിലരിൽ അത് ഗുരുമണ്ഡലത്തിലോട്ട് കടന്നു കാണും, ചിലരിൽ അത് കുജമണ്ഡലത്തിലോട്ട് കടന്നു കാണും. ഉത്ഭവസ്ഥാനത്തിന് ഇച്ചിരിയൊക്കെ വ്യത്യാസം വരുമെങ്കിലും കൂടുതലും ഈ ഇതിന് രണ്ടിനെ മധ്യത്തിൽ നിന്നായിരിക്കും ആയുസ് രേഖ ഉത്ഭവിക്കുന്നത്. എന്നിട്ട് താഴോട്ട് പോയിട്ട് ചിലപ്പോൾ ചിലർക്ക് നീളം കൂടിയിരിക്കും, ചിലർക്ക് നീളം കുറഞ്ഞിരിക്കും, ചിലർക്ക് മങ്ങിയിരിക്കും, ചിലർക്ക് നല്ല കനത്തിലിരിക്കും, ചിലർക്ക് വീതി കൂടിയിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആയുസ് രേഖകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഒരു പൊതുവായ ആരോഗ്യം, നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കൂടുതലും ആയുസ് രേഖയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ ആയുസ് രേഖ നോക്കി ആയുസ് പറയാമെന്ന് പറയുന്നെങ്കിലും നമ്മൾ അതിനകത്ത് ആയുസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടാൽ അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈ ആയുസ് രേഖയുടെ നീളം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സെലിബ്രിറ്റീസിന്റെ ഒക്കെ കൈയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് നാളിങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും. അത് ഒരു 90% ആൾക്കാരിലും നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു 10% വ്യത്യാസം വരും. ചിലരുടെ കയ്യിൽ ഇതൊന്നും രേഖകളൊന്നും കാണാത്ത കൈകളും ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ പേര്, ഒരു 90% പേരിലും ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ രേഖയുള്ളവരുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിവിധ തരത്തിൽ എങ്ങനെയാണ് ആയുസ് രേഖ ഉത്ഭവിക്കുന്നത് നോക്കാം. സാധാരണയായിട്ട് ഈ ഗുരുമണ്ഡലത്തിന്റെയും കുജമണ്ഡലത്തിന്റെയും ഇടയ്ക്ക് കാണിച്ചിരിക്കുന്നത് പോലെയായിരിക്കും ഈ ആയുസ് രേഖ ഉത്ഭവിക്കുക. അത് സാധാരണയായിട്ട് കണ്ടാൽ മതി. ഇനി മറ്റു രീതിയിലുള്ള ഉത്ഭവങ്ങൾ നമുക്ക് നോക്കാം. ചിലരുടെ കയ്യിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഗുരുമണ്ഡലത്തിലോട്ട്, അതായത് ഗുരുമണ്ഡലത്തിൽ നിന്നും ഉത്ഭവിച്ച് താഴോട്ട് വരുന്നതായിട്ട് കാണാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. മറ്റുള്ളവരെക്കാളും ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും. ഒരുപക്ഷെ ഒരു അത്യാഗ്രഹം പോലെ. അതുപോലെ ഒരുപാട് ധനം വേണം, ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ വേണം, ജീവിതത്തിൽ നല്ല പോപ്പുലാരിറ്റി വേണം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ വ്യക്തിയുടെ ഏത് മണ്ഡലമാണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്, അതായത് നല്ല മറ്റു മണ്ഡലങ്ങളെക്കാൾ ഏത് മണ്ഡലമാണ് വികസിച്ചിരിക്കുന്നതെന്ന് നോക്കണം. അതിനനുസരിച്ച് ആ വ്യക്തികൾക്ക് ഓരോരോ പേരുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഏത് മണ്ഡലമാണോ കൂടുതൽ തെളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ആ മണ്ഡലത്തിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൽ വിജയിക്കാനുള്ളതിന് വേണ്ടി ഇവർ പരിശ്രമിക്കും. ഇപ്പൊ ശനിമണ്ഡലമാണ് നല്ല പൊങ്ങിയിരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങൾ, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിൽ കൂടി ധനം സമ്പാദിക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. ഇനി ഈ രവിമണ്ഡലം, സൂര്യമണ്ഡലമാണ് ഉയർന്നിരിക്കുന്നതെങ്കിൽ കൂടുതൽ ധനം സമ്പാദിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ കൂടുതലും ഏത് ടൈപ്പ് ഹാൻഡ് ആണോ അതിനനുസരിച്ച് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ വ്യക്തികൾക്ക് കൂടുതലും ഒരു ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെക്കാളും നമ്മൾ ഇച്ചിരി ഉയർന്ന അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു വിചാരം കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതോട് നമ്മൾ ഈ തള്ളവിരൽ നോക്കണം, അതിന്റെ ഡെവലപ്മെന്റ് നോക്കണം, ചൂണ്ടാണി വിരലിന്റെ നീളത്തിന്റെ ഒക്കെ, അതൊക്കെ ഒത്തിരി ഉണ്ട്. ഇനി വരുന്ന സമയം പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും നമ്മൾ ഓർത്തിരുന്നാൽ മതി. കുജമണ്ഡലത്തിനോട് ചേർന്ന്, അല്ലെങ്കിൽ അതിനകത്തു നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ അവർക്ക് ധൈര്യം അങ്ങനെയൊക്കെയുള്ളത് കൂടുതലായിരിക്കും. പിന്നെ അവിടെ ഈ രേഖ എങ്ങനെ ഇരിക്കുന്നു, അത് വെട്ടിയിരിക്കുന്നു, അതൊക്കെ നമ്മൾ പ്രത്യേകം കുഞ്ഞുങ്ങളുടെ കൈ നോക്കരുതെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ കൈ നോക്കാം. ചിലരുടെ കയ്യിൽ രേഖകൾ ഡെവലപ്പ് ആയിരിക്കും, ചിലരുടെ കയ്യിൽ അല്ലാതിരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കൈ നോക്കരുതെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള കുട്ടികളിലെല്ലാം കൈരേഖ നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അയാളുടെ കയ്യിലും പല നീളത്തിലായിരിക്കും ആയുസ് രേഖ കാണുക. പിന്നെ പല രീതിയിലായിരിക്കും. ചിലർക്ക് തെളിഞ്ഞു കാണും, നല്ലതുപോലെ തെളിഞ്ഞു കാണും, ചിലർക്ക് വീതിയിൽ കാണും, ചിലർക്ക് തീരെ വീതി കുറഞ്ഞായിരിക്കും, ചിലർക്ക് ആഴത്തിൽ കാണും, ചിലർക്ക് ആഴമില്ലാതെ ആയിരിക്കും, മങ്ങി കാണും, വെട്ടുവിട്ട് കാണും. ഇങ്ങനെ പല രീതിയിലുള്ള ആയുസ് രേഖകൾ നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ചെല്ലാം ഫലങ്ങളിൽ വ്യത്യാസം വരും. അത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയത്.